കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് പല വീഡിയോകളുടെയും ചിത്രങ്ങളുടെയും അടിക്കുറിപ്പുകളിൽ നിന്നാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായി സംവദിക്കുന്നത്. ഒരു നാടിൻ്റെ യഥാർത്ഥ പുരോഗതി അളക്കേണ്ടത് അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ കണ്ടല്ല, മറിച്ച് ആ നാട്ടിലെ മനുഷ്യരുടെ സാംസ്കാരികമായ വളർച്ചയും ചിന്താശേഷിയും വിലയിരുത്തിയാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേറിട്ട് നിർത്തുന്നത് അവൻ്റെ വിവേകവും സഹജീവികളോടുള്ള സ്നേഹവും കൃത്യനിഷ്ഠയോടുള്ള ജീവിതചര്യയുമാണ്. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യനെ സ്നേഹത്തിൻ്റെ ഒരൊറ്റ നൂലിൽ കോർത്തു നിർത്തുക എന്നതാണ്. മതങ്ങൾ മനുഷ്യരെ തമ്മിലടിക്കുവാനുള്ള വേലിക്കെട്ടുകളായി മാറുമ്പോൾ അവിടെ മനുഷ്യത്വത്തിന് പകരം മൃഗീയതയാണ് തലപൊക്കുന്നത്. മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ രൂപം കൊണ്ട ചട്ടക്കൂടുകളിൽ നിന്ന് അവൻ വ്യത്യസ്തമായ വിശ്വാസങ്ങൾ തിരഞ്ഞെടുത്തുവെങ്കിലും ആത്യന്തികമായി മനുഷ്യരിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ 21-ാം നൂറ്റാണ്ടിലും സാംസ്കാരിക കേരളം എന്ന് നാം അഭിമാനത്തോട് വിളിക്കുന്ന ഈ മണ്ണിൽ, നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ, ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ ഒരു മനുഷ്യനെ വിവേചനത്തോടെ കാണുന്ന ഒരു കൂട്ടം ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നത് തീർത്തും ലജ്ജാകരമാണ്. ഒരുവൻ ജനിക്കുമ്പോൾ കറുത്ത നിറമായി പോയി എന്ന ഒറ്റ കാരണത്താൽ അവൻ മോശം ജാതിക്കാരനാകുന്നതും വെളുത്തതുകൊണ്ട് മാത്രം മറ്റൊരുവൻ ഉന്നതനാകുന്നതും എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? പ്രതിഭ കൊണ്ട് അതിർവരമ്പുകൾ തകർത്ത കറുത്ത മുത്താണ് നമ്മുടെ സ്വന്തം IM വിജയൻ. ഞാൻ എൻ്റെ 22-ാമത്തെ വയസ്സിൽ TCV ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന കാലം ഓർമ്മയിലെ ഓണം എന്ന ഒരു പ്രോഗ്രാം, അതിൻ്റെ ടൈറ്റിലിട്ടതും ഞാൻ തന്നെയാണ്. ഇന്നും TCV ചാനലിൽ അതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. TCV ചാനലിലെ ഈ പ്രോഗ്രാമുമായി ഞാൻ IM വിജയനെ പോയി കണ്ടു. പല ആളുകളുടെ അടുത്ത് പോയി. അങ്ങനെ IM വിജയനെ ഞാൻ ടാർഗറ്റ് ചെയ്ത് IM വിജയൻ്റെ തട്ടകമായ കോലത്തുംപാടത്തെത്തി. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ IM വിജയനോട് സാറിനോട് പറഞ്ഞു, സാറേ ഞാനങ്ങനെ TCV ചാനലിൽ നിന്ന് വരുന്നതാണ്, ഒരു ഓണത്തിൻ്റെ ഒരു ബൈറ്റ് എടുക്കാനാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാമാണ്, ഓർമ്മയിലെ ഓണം. ആ മനുഷ്യൻ കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഒരു ദീർഘനിശ്വാസം വിട്ട് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നമുക്ക് എന്താ ഓർത്തെടുക്കുക, എന്തോ ഓണാടുള്ളത്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. പക്ഷേ ആ ദീർഘനിശ്വാസത്തിലുണ്ട് നിറങ്ങളില്ലാത്ത ഒരു ജീവിതം അദ്ദേഹത്തിന് ഫ്ലാഷ് ബാക്കിലുണ്ടായിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് പല വീഡിയോകളുടെയും ചിത്രങ്ങളുടെയും അടിക്കുറിപ്പുകളിൽ നിന്നാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായി സംവദിക്കുന്നത്. ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വംശീയതയുടെയും അതിർവരമ്പുകളെ തൻ്റെ കാൽ കരുത്തുകൊണ്ട് സ്വതസിദ്ധമായ കളിശൈലി കൊണ്ടും തകർത്തെറിഞ്ഞ് ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച ഇതിഹാസമാണ് IM വിജയൻ. ഒരുപക്ഷെ ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോളർ. പലരും പറയും IM വിജയൻ വല്ല ആഫ്രിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ആയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് വാഴ്ത്തിപ്പാടുന്ന മെസ്സിയെപ്പോലെയോ റൊണാൾഡോയെ പോലെയോ ആകേണ്ട ഒരു ഫുട്ബോളർ, രാജ്യത്തിൻ്റെ ഒരു അഭിമാനമാകേണ്ട ഒരാൾ. കളിമിടുക്കൊണ്ട് മാത്രമല്ല, നല്ലൊരു അഭിനേതാവാണ് അദ്ദേഹം. ജയരാജും മറ്റു പല നടന്മാരും തമിഴിലും തെലുങ്കിലും അദ്ദേഹത്തെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സർഗശേഷി കൊണ്ട് തെളിയിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്നത് തൻ്റെ നിറത്തിൻ്റെയോ ജാതിയുടെയോ പേരിലല്ല, മറിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന കളിക്കാരൻ എന്ന നിലയിലാണ്. മകൻ്റെ വിവാഹം അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ ജാതി കോമരങ്ങളുടെ കുരുപൊട്ടലും ഉണ്ടായിരുന്നു. താൻ ചോര നീരാക്കി സമ്പാദിച്ച പണം കൊണ്ട് ഒരു വീടുണ്ടാക്കി, കുടുംബമുണ്ടാക്കി, തൻ്റെ മകൻ്റെ വിവാഹം നല്ല ആർഭാടത്തോടു കൂടി അദ്ദേഹം നടത്തുന്നു. ഒരു അച്ഛൻ്റെ എല്ലാവിധ വിവാഹത്തിൻ്റെ തലേന്നും പിറ്റേന്നും ഉണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിഷമതകളും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്, സന്തോഷവുമുണ്ട്. എന്നാൽ ഈ വിവാഹ ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നതോടെ നമ്മുടെ സമൂഹത്തിലെ ചില പുലയന്മാർ ഒറ്റ ഫ്രെയിമിൽ പുലയൻ കോട്ടിട്ടാൽ അത് അംഗീകരിക്കാൻ മലയാളിക്ക് ഇപ്പോഴുമായിട്ടില്ല. വിനായകനും അതുപോലെ തന്നെ വിജയനും കൂടിയുള്ള ഫോട്ടോയ്ക്കടിയിൽ പുലയന്മാരുടെ സമ്മേളനമെന്ന് പറഞ്ഞു. മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ഈ നാടിൻ്റെ സംസ്കാരവും ഭാഷയും രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച പുലയ സമുദായത്തെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വെളുത്തിരിക്കുന്നത് എൻ്റെ കായിക ബലത്തിലല്ല, എൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് ഞാൻ വെളുത്തു എന്നുള്ളത് അഹങ്കരിക്കാൻ മാത്രം അതിന് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉത്തരം വളരെ ലളിതമാണ്. തങ്ങൾ താഴേക്കിടയിലുള്ളവർ എന്ന് കരുതിയവർ
അഭ്യസ്തവിദ്യരാകുന്നതും സമൂഹത്തിൽ മാർക്ക് ചെയ്യപ്പെടുന്നതും സാമ്പത്തികമായി ഉയരുന്നതും സമൂഹത്തിൻ്റെ മുൻപന്തിയിൽ അന്തസ്സോടെ തല ഉയർത്തി നിൽക്കുന്നതും ഉൾക്കൊള്ളാൻ പഴയ മേൽക്കോയ്മ മനസ്സ് ചിലർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. സമകാലിക ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെ വളർച്ച കാണുമ്പോൾ ചിലരുടെ കുരു പൊട്ടുകയാണ്. വിവാഹ ചടങ്ങിൽ വെച്ച് ഒരു കുഞ്ഞിനെ പഴമോ എന്തോ എടുത്തു കൊടുക്കുന്ന വിജയൻ്റെ ചിത്രമുണ്ട്. അതിനും ആക്രമണമായിരുന്നു, സൈബർ ആക്രമണമായിരുന്നു. അദ്ദേഹം ചെരുപ്പ് ഊരിയില്ല, ഇവൻ എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ അറിയൂ, ഒരു ഹിന്ദുവിൻ്റെ സനാതന ധർമ്മം അറിയൂ. മനുഷ്യൻ്റെ അന്തസ്സിനും സ്നേഹത്തിനും മുകളിലാണോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും? ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു കായിക താരത്തെ, അതും കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇത്രയും അതിശയിപ്പിക്കാൻ മടിക്കാത്തവരുടെ മനസ്സിനെ കുഷ്ഠം ബാധിച്ചിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയേണ്ടതുള്ളൂ. മാറ്റം അനിവാര്യമാണ്. ഈ സമൂഹത്തിൽ ഓരോ മനുഷ്യനും അവൻ്റേതായ ഇടമുണ്ട്, സ്പേസ് ഉണ്ട്. ആ ഇടം ആരുടെയും ഉദാരത കൊണ്ട് കിട്ടുന്നതല്ല, മറിച്ച് ഓരോരുത്തരുടെയും കഴിവും അധ്വാനം കൊണ്ട് അദ്ദേഹം നേടിയെടുക്കുന്നതാണ്. IM വിജയൻ എന്ന വ്യക്തിത്വം തനിക്ക് നേരെ ഉയർന്ന എല്ലാ വിവേചനങ്ങളെയും കാൽപ്പൊത്തുകൊണ്ട് തൊഴിച്ച് തെറിപ്പിച്ചവനാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുന്നവർ സ്വന്തം സാംസ്കാരിക ശൂന്യതയാണ് വെളിവാക്കുന്നത്. ഇത്തരം പിന്തിരിപ്പൻ ചിന്തകൾക്കെതിരെ സമൂഹം ഒന്നിച്ച് നിൽക്കേണ്ടതുമുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണാനും അവൻ്റെ കഴിവുകളെയും സംഭാവനകളെയും ആദരിക്കാനും നമ്മുടെ വരും തലമുറയെങ്കിലും പഠിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. ജാതിയും മതവുമല്ല, മനുഷ്യത്വമാണ് ഏറ്റവും വലിയ സംസ്കാരമെന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് പ്രത്യാശിക്കാം.